ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലല്ലൂസ് വ്ളോഗ്. ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ 3 സിമ്പിൾ സ്റ്റാൻഡിങ് പോസസ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് വൃക്ഷാസനമാണ്. വൃക്ഷാസനം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഫീറ്റ്, ആങ്കിൾ, കാലിൻ്റെ മസിൽസൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ആങ്സൈറ്റി കുറയ്ക്കാനൊക്കെ വൃക്ഷാസനം സഹായിക്കും. വൃക്ഷാസനത്തിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റാർട്ടിങ് പോസിൽ നിന്നിട്ട് നമ്മുടെ കാല് മടക്കി കണ്ണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ട് വയ്ക്കുക. അതിനുശേഷം നല്ല ചെസ്റ്റ് നന്നായി എക്സ്പാൻഡ് ചെയ്ത് കൈകൾ വിരിച്ചു പിടിക്കുക. എന്നിട്ട് പയ്യെ മുകളിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന പോസിൽ നിൽക്കുക. അതിൽ കൈയുടെ ബൈസെപ്സ് ചെവിയോട് ചേർത്തിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് ഫസ്റ്റ് പോസ്, അതായത് വൃക്ഷാസനം. സ്റ്റാൻഡിങ് പോസസിൽ നമ്മളിത് ഇങ്ങനെ കണ്ണ് തുറന്ന് 30 മിനിറ്റ് നമുക്ക് ഇങ്ങനെ കാല് താഴെ വയ്ക്കാതെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പിന്നെ പയ്യെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കണ്ണടച്ച് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഈ ബാലൻസ് പോസ്റ്റർ നമുക്ക് പറ്റുകയാണെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ത്രികോണാസനം കാണാം. ത്രികോണാസനത്തിൽ നമ്മൾ കൈകൾ ഇതുപോലെ കാലിനോട് ചേർത്ത് വെച്ച് ഒരു കൈ മുകളിലേക്ക് നോക്കി നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ത്രികോണാസനത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ട്രയാങ്കിൾ പോസ്. അടുത്തത് എന്നതാണ് അർദ്ധചക്രാസനം. നമ്മുടെ കൈകൾ ചേർത്ത് വയ്ക്കുക, ബാക്കിൽ ചേർത്ത് വെച്ച ശേഷം ബാക്കിലോട്ട് നന്നായിട്ട് വളയുക. ഇതാണ് അർദ്ധചക്രാസനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള 3 സ്റ്റാൻഡിങ് പോസസ്: വൃക്ഷാസന, ട്രയാങ്കിൾ പോസ്, അർദ്ധചക്രാസനം.